പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലെ ജനപങ്കാളിത്തം മുൻകൂട്ടി കാണുന്നതിൽ പോലീസിന് വൻ വീഴ്ചയെന്ന് കണ്ടെത്തൽ. ലോക്കൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് പത്തനംതിട്ട SP മെമ്മോ നൽകി. ആൾക്കൂട്ടം, MC റോഡിലെ ഗതാഗത കുരുക്ക് എന്നിവ പോലീസ് മുൻകൂട്ടി കണ്ടില്ല. പന്തളം CI, അടൂർ സബ് ഡിവിഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് മെമ്മോ നൽകിയത്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, എന്താണ് ഇതിൽ ഈ മെമ്മോയ്ക്ക് ആസ്പദമായി പറയുന്നത്? ഇതിലെ ആൾക്കൂട്ടത്തെ അവിടെ ഇത്രയും ആളുകൾ എത്തുമെന്ന് മനസ്സിലാക്കി വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിൽ പോലീസിന് വലിയ പാളിച്ച പറ്റി എന്നാണോ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ? വിജയകുമാർ, ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് സംഘടിപ്പിച്ച ശബരിമല സംഗമത്തിൽ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആളുകൾ എത്തി എന്നാണ് പോലീസിന്റെ ആദ്യം നൽകിയ റിപ്പോർട്ട്. അതായത് രജിസ്ട്രേഷൻ മുഖേന വന്ന ആളുകളല്ലാതെ അവിടെ ആ സമയത്ത് വന്ന ആളുകളെ അടക്കം പങ്കെടുപ്പിച്ചു. അതായത് വന്നു ചേർന്ന ആളുകളാണ് കൂടുതൽ. അങ്ങനെ റിപ്പോർട്ടാണ് ആദ്യം പോലീസ് നൽകിയത്. പക്ഷേ ഇത്തരത്തിലുള്ള വന്നു ചേരുന്ന ആളുകൾ കൂടി ഈ സംഗമത്തിൽ എത്തിയത് വലിയ രീതിയിൽ ജനങ്ങൾ കൂടുന്ന ഒരു സംഗമ വേദിയാകുമെന്ന് പോലീസിന് എന്തുകൊണ്ട് മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള കാര്യമാണ്. അതിൽ ലോക്കൽ പോലീസ് എന്നതിൽ പ്രാഥമികമായും പന്തളം CIക്കും ഒപ്പം തന്നെ അടൂർ സബ് ഡിവിഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കും നിലവിൽ മെമ്മോ നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇത്രയും അധികം ആളുകൾ കൂടുന്നു. സാധാരണ പ്രത്യേക സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം FSP അടക്കം ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ രീതിയിൽ ആള് കൂടുകയാണെന്നുള്ള മുൻകൂട്ടിയുള്ള റിപ്പോർട്ട് നൽകിയിരുന്നില്ല സാധാരണ ഒരു പരിപാടി പോലെ. പക്ഷേ ഈ ബദൽ സംഗമത്തിൽ ഇത്രയും അധികം ആളുകൾ കൂടി ഏകദേശം 2 മണിക്കൂറോളം സമയം MC റോഡിൽ വലിയ ഗതാഗത കുരുക്കുണ്ടായി. അങ്ങനെ ഗതാഗതത്തെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് പോകുന്ന കാര്യം പോലീസിന് മുൻകൂട്ടി അത് കണ്ടെത്താൻ സാധിച്ചില്ല. അത് രാഷ്ട്രീയമായ നേട്ടം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഭരണപക്ഷത്തെ പോലീസിന്റെ തന്നെ വലിയ വീഴ്ചയെ കണക്കാക്കിക്കൊണ്ടാണ് നിലവിൽ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ ഈ രീതിയിൽ ലോക്കലായിട്ടുള്ള പന്തള ലോക്കൽ പോലീസിനോട് ഇത് സംബന്ധിച്ച വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നിലവിൽ ആഭ്യന്തര വകുപ്പ് അടക്കം തേടിയത്. വിജയകുമാർ, ശബരിമല ഈ പന്തളത്ത് നടന്ന സംഗമത്തിലെ ജനപങ്കാളിത്തം മുൻകൂട്ടി അറിയുന്നതിൽ അവിടെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ, ഗതാഗത ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നതിൽ ലോക്കൽ പോലീസിന് വലിയ വീഴ്ച പറ്റിയെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പന്തളം CI അതുപോലെ അടൂർ സബ് ഡിവിഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് മെമ്മോ നൽകിയിരിക്കുന്നത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.